അപ്പോൾ ഈ ഒരു റിസോർട്ടിലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റിയും പ്രൈവറ്റ് പൂൾ വില്ലയും ഇഗ്ലൂ വില്ലയും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അത് കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഐ ബട്ടൺ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അത് കണ്ട ശേഷം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഹൗസ് ബോട്ട് കാറ്റഗറിയിൽ വരുന്ന 2 ബെഡ്റൂം കോട്ടേജ് ആണ്. നമുക്ക് നേരെ ഉള്ളിൽ ചെന്നിട്ട് ഇവിടുത്തെ ഫെസിലിറ്റീസ് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം ഞാനിപ്പം നിൽക്കുന്നത് ഇതിൻ്റെ വരാന്തയിലാണ്. ഒരു കുഞ്ഞു വരാന്തയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 വശത്തേക്കുള്ള വ്യൂ നമുക്കിവിടെ കിട്ടും. ഞാനതൊക്കെ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഈ കോട്ടേജിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യത്തെ കോമൺ ഹാളിലേക്കാണ് ഇവിടെ കയറി വരുന്നത്. കോമൺ ഹാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ നേരെ പുറത്തേക്കുള്ളൊരു അടിപൊളി വ്യൂ നമുക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഈ ഗ്ലാസ് മാറ്റി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനുള്ളൊരു വഴിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ റൂമൊന്ന് കണ്ടു നോക്കാം. ആദ്യത്തെ റൂമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോയിൽ കാണാൻ സാധിക്കും നല്ലൊരു കിങ് സൈസ് ബെഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബെഡൊക്കെ വളരെ പ്രോപ്പറായിട്ട് നീറ്റായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡിനോട് ചേർന്നിട്ട് തന്നെ ചാർജിങ് പോയിൻറ്റും കൊടുത്തിരിക്കുന്നത് കാണാം. ഈ റൂമിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ടെലിവിഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് 2 ചെയറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ഇലക്ട്രിക് കെറ്റിൽ കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കർട്ടൻസ് കംപ്ലീറ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ നന്നായിട്ട് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും. അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. റൂം AC റൂമാണ്. AC പുറമെ ഫാനും ഈ ഒരു റൂമിൽ കൊടുത്തിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് സാധനങ്ങൾ അതായത് ലഗേജസൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഷെൽഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു മിററും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ബാത്റൂമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഹീറ്ററും അതേപോലെ തന്നെ വാഷ് സ്പേസ്, മിറർ, എല്ലാവിധ ഫെസിലിറ്റീസും ഈ ഒരു ബാത്റൂമിൽ അവർ കൊടുത്തിരിക്കുന്നത് കാണാം. ഇതേ സംവിധാനങ്ങൾ ഫെസിലിറ്റീസ് തന്നെയാണ് ഇവിടുത്തെ 2ാമത്തെ റൂമിൽ വരുന്നത്. വ്യൂവിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ഹൗസ് ബോട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റിവാച്ച് ചെയ്യുക. അതിനുശേഷം ബുക്കിങ്ങിലേക്ക് പോകാം. ഫാമിലിക്കും കപ്പിൾസിനും വളരെ സൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേ ആയിരിക്കും കിട്ടുക. ഈ ഒരു റിസോർട്ടിലെ തന്നെ എല്ലാ കാറ്റഗറിയിലുള്ള റൂംസും കാര്യങ്ങളൊക്കെ നമ്മൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ വീഡിയോ ആണിത്. അപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് വീഡിയോസും കണ്ട ശേഷം താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരിക. ഡേറ്റ് അതേപോലെ തന്നെ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും വയനാട്ടിലെ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള നല്ല നല്ല റിസോർട്ടുകളുടെ റിവ്യൂസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.